അല്ലേ? ഇല്ല. ഇത്രയും തിരക്കിന്റെ ഇടയിലും സാർ എനിക്ക് വേണ്ടി ഇത്തിരി സമയം തന്നതിൽ വളരെ സന്തോഷമുണ്ട് സാർ. പോളിസി എടുക്കണമെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ രൂപ വിളിച്ചപ്പോഴാണ് ഒരു പോളിസി എടുത്താലോ എന്ന് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. ഓ, എന്റെ ഭാഗ്യം. ഒരുപക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും. ഓർഡർ പ്ലീസ്. കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട സാർ, ഇപ്പൊ കഴിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ. എന്നാലും ഒരു ജ്യൂസ് ആവാലോ, 2 ഓറഞ്ച് ജ്യൂസ്. താങ്ക് യു സർ. സർ, we have 7 types of insurance schemes. ഞാനത് ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്യാം. See this? Whole life assurance, endowment assurance, term assurance, children assurance, family assurance, retirement assurance and money back policy. സാറിന് ഇതിൽ ഏതാ വേണ്ടേ? ഇത്രയേ ഉള്ളൂ. രൂപയെ കണ്ടപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ പോളിസികൾ പ്രതീക്ഷിച്ചു. I will describe one by one. See, ഈ ഹോൾ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ സാർ ഇപ്പൊ 10 lakhsന്റേതാണ് എടുക്കുന്നതെങ്കിൽ യുവർ ആനുവൽ പ്രീമിയം വിൽ ബി 50,000. 20 years മെച്യൂരിറ്റി പീരീഡ്. ഈ കാലാവധിക്കുള്ളിൽ ഡെത്ത് സംഭവിച്ചാൽ ഫുൾ പോളിസി എമൗണ്ടും സാറിന്റെ ഫാമിലിക്ക് ലഭിക്കും. അപ്പൊ മുഴുവൻ പണവും കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കാൻ തന്നെ വേണം അല്ലേ? അങ്ങനെയല്ല സർ. സി, ഇപ്പൊ മണി ബാക്ക് പോളിസിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം പീരിയോഡിക്കൽ. സാറിന്റെ കാല് അല്പം കൂടി പിന്നിലേക്ക് വെച്ചാൽ നന്നായിരുന്നു. സാറ് കുടിക്കുന്നില്ലേ? എന്റെ മൂഡ് പോയി. എന്തു പറ്റി സാർ? ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ കരുതിയത് രൂപ വളരെ സൗഹൃദമുള്ള ഒരാളാണെന്നാണ്. അങ്ങനെയാണല്ലോ. എന്നിട്ടാണോ ഞാനൊന്ന് തട്ടിയപ്പോൾ കാല് മാറ്റാൻ പറഞ്ഞത്? ഒരാൾ വേറൊരാളുടെ കാലിൽ ചവിട്ടുന്നതാണോ സാർ സൗഹൃദം? വേറൊരാളുടെ കാലിൽ ചവിട്ടുന്നത് സൗഹൃദമല്ല, പക്ഷെ സൗഹൃദം ഉണ്ടെങ്കിൽ കാലിൽ ചവിട്ടാം. സൗഹൃദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. പരസ്പരം എടുക്കുന്ന സ്വാതന്ത്ര്യമാണ് സൗഹൃദം. രൂപയോട് ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യം, രൂപ എന്നോടെടുക്കുന്ന സ്വാതന്ത്ര്യം. പരിഭവം തോന്നിയാൽ കവിളത്തൊന്ന് തല്ലാനുള്ള സ്വാതന്ത്ര്യം. സന്തോഷം വന്നാൽ ഒരു ഉമ്മ തരാനുള്ള സ്വാതന്ത്ര്യം. ആദ്യം വന്നപ്പോൾ തന്നെ രൂപ എൻ്റെ അടുത്ത് വന്നിരുന്നില്ല. അപ്പോഴേ ഒരു അകൽച്ച എനിക്ക് തോന്നിയതാ. വന്നേ, കാണട്ടെ. എല്ലാ പോളിസികളെക്കുറിച്ചും എൻ്റെ അടുത്ത് വന്നിരുന്ന രൂപ എനിക്ക് പറഞ്ഞതാ. കം, വരൂ. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ സാർ ശ്രദ്ധിച്ചോ? ഇനി പറ, എല്ലാം തുറന്നു പറ, ഞാൻ ശ്രദ്ധിക്കാം. സാർ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് നമുക്ക് പോളിസിയെ കുറിച്ച് സംസാരിക്കാം. എവിടെ? രൂപ എവിടെയാ താമസം? SN ബ്രിഡ്ജിനടുത്താ. കൂടെ ആരുണ്ട്? ഞാൻ തനിച്ചാണ് സാർ. അപ്പൊ അച്ഛനും അമ്മയും? അവരൊക്കെ നാട്ടിലാ. നമ്മൾ അവിടെ വെച്ച് കണ്ടാലോ? സാറിനെ പോലെയുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല അത്. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും പോളിസിയെ കുറിച്ചിട്ടുള്ള അവസാന തീരുമാനം എടുക്കാൻ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഒരിക്കൽ കൂടി കാണേണ്ടി വരും. കുറച്ച് സ്പീഡിൽ പോട്ടെ. എടുത്തോട്ടെ. സാർ, ഈ വഴി സാറിന് എങ്ങോട്ടാ പോയെന്ന് പറയും. ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. നിർത്ത് നിർത്ത് നിർത്ത്. എടുത്തോ എടുത്തോ എടുത്തോ. സാർ, ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യുവാണോ? ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു.
ആ നിർത്ത്. ആരാ ചേച്ചി? ഏതോ ഒരു കണ്ണുപൊട്ടനാ. കണ്ണുപൊട്ടനോ? അശോകൻ സാറോ? അച്ഛനും അമ്മയൊന്നും കൂടെയില്ല, ഒറ്റക്കാണ് താമസം എന്ന് പറഞ്ഞിട്ട് ഇതാരാ? ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ. ഗ്രേസ് ചേച്ചി ഇവിടെ എന്നെ സഹായിക്കാൻ വരുന്നത്. ഓ, ഞാൻ കണ്ണുപൊട്ടനൊന്നും അല്ല കേട്ടോ. സോറി സർ. സാർ ഇതെങ്ങനെ ഇവിടെ? എനിക്ക് സൗഹൃദം തോന്നുന്നവരുടെ വീടുകൾ ഞാൻ ഇടയ്ക്കിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. പല പല ബിസിനസ് ആലോചനകൾക്കിടയിലായിരുന്നതുകൊണ്ട് അന്ന് പോളിസിയെക്കുറിച്ച് സംസാരിച്ചതൊന്നും തലയിൽ കയറിയില്ല. അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ സാർ. അതൊരിക്കലും നേരിൽ കണ്ട് സംസാരിക്കുന്നത് പോലെ ആവില്ലല്ലോ. ഇരിക്കൂ സാർ. ഇരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതിനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണെങ്കിൽ പൊതുജനങ്ങളുടെ ശല്യവും ഇല്ല. നമ്മളാണെങ്കിൽ ഇപ്പൊ നല്ല സൗഹൃദത്തിലും ആണല്ലോ. വരൂ 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 വരൂ. മോളെ, ഞാൻ മീൻ വാങ്ങിട്ട് വരാം. കാശ് എടുത്തിട്ടുണ്ടേ. മീൻ വാങ്ങിക്കാൻ പിന്നെ പോയാ പോരെ ചേച്ചി? വൈകിയ മീൻ ചീഞ്ഞു പോകും. പോയിക്കോട്ടെ, ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ.